ചൂടെന്ന് പറഞ്ഞ് ഡോർ തുറന്നു വയ്ക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മരണത്തെ വീട്ടിലേക്ക് നിങ്ങൾ വിളിച്ചു കയറ്റുകയാണ്. മൂർഖനും അണലിയും അണചേരുന്ന സമയമാണ്. താബൂക്ക് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ചട്ടി വെക്കും. തവള വന്നിരിക്കും. തവളയെ പിടിക്കാണ്ട് പറമ്പിൽ നിന്ന് പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് കാണുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ചൂടുകാലമാണ്, ഇത്രയും കളികൾ കേൾക്കുന്നു, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ഏതൊക്കെ ടൈപ്പ് പാമ്പുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്, അതിൻ്റെ വിഷത്തിൻ്റെ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് സന്തോഷമുള്ള കാര്യം. നമ്മൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ചർച്ച തന്നെ നമ്മൾ വെച്ചത് പാമ്പടി കൂടുതലും മരണം കൂടുതലുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ വിഷയത്തിൽ നിന്നൊക്കെ ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള വിഷയത്തിലൊക്കെ അങ്ങ് പോയി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എനിക്ക് ലോക ജനതയോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഒന്ന് രണ്ടോ അക്കൗണ്ട് പറഞ്ഞാൽ 1 2 3 4 ഒന്നുമല്ല, ഒരുപാട് പറയാനുണ്ട്. ഒന്ന്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചൂട് കൂടുന്നു എന്ന് പറഞ്ഞ് തറയിൽ പായ് വിരിച്ച് കിടക്കരുത്, ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കരുത്, മെത്തയിട്ട് കിടക്കരുത്. അതുപോലെ തന്നെ സന്ധ്യ ആകുമ്പോൾ നിങ്ങൾ ചൂടെന്ന് പറഞ്ഞ് ഡോർ തുറന്നു വയ്ക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മരണത്തെ വീട്ടിലേക്ക് നിങ്ങൾ വിളിച്ചു കയറ്റുകയാണ്. ചെയ്യരുത്, മണ്ടത്തരാണ്. പിന്നെ അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് കട്ടിൽ എപ്പോഴും ചുവരിന് നിന്ന് ഒരു 6 ഇഞ്ചോ 10 ഇഞ്ചോ അകലത്തിലിട്ട് മാത്രമേ കിടക്കാൻ പാടുള്ളൂ. വീടിനകത്ത് വെക്കുന്ന അലമാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗ്യാപ്പ് ഇട്ട് വയ്ക്കുക. അതിന് ഗ്യാപ്പ് ഇടാൻ ചുവരിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഇതിനകത്തൊക്കെ ആൾക്കാർ ജന്തുക്കളൊന്ന് എഴഞ്ഞു കയറിക്കും. മൂർഖനും വളരെയുള്ള പാമ്പളൊക്കെ ഒന്ന് എഴഞ്ഞു കയറിക്കും. നമ്മൾ രാത്രി അറിയാതെ കിടന്നുറങ്ങുമ്പോൾ ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ രാത്രി അഴിച്ച് കട്ടിലിൽ നിന്ന് കാല് താപ്പോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വീണ് ഇദ്ദേഹം സഞ്ചരിച്ച് പോകാൻ പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾ കാല് വെച്ച് വീണു. അപ്പോൾ കടിയിട്ടും മരണം സംഭവിക്കും. അതൊക്കെ അപകടമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് പല വീട്ടിലും പാമ്പിനെ പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് കട്ടിലിൻ്റെ അടിയിൽ നിങ്ങൾ കുറേ സാധനങ്ങൾ വരെ വെക്കാറുണ്ട്. നിർബന്ധമായിട്ട് അത് ഒഴിവാക്കണം. അങ്ങനെയൊന്നും സാധനം വരെ അടുക്കി വെക്കരുത്. കട്ടിലിൻ്റെ അടി പക്ഷേ എപ്പോഴും ശൂന്യമായിരിക്കും. ഒരു സാധനം നിങ്ങൾ വെക്കരുത്, പഴയ സാധനങ്ങളൊന്നും വെക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അടുക്കളയിൽ നമുക്ക് കിച്ചണിൽ നമുക്ക് സിങ്ക് ഉണ്ടാവും. സിങ്കിൻ്റെ അടിയിൽ വേസ്റ്റ് തെങ്ങിൻ്റെ മുട്ടിലേക്ക് വെള്ളം പോകാനായിട്ട് നിങ്ങൾ ഇടുന്ന സ്ഥലത്ത് അകത്ത് സിങ്കിനകത്ത് അടിയിൽ കൂടെ വേസ്റ്റ് വെള്ളം പോകുമ്പോൾ അതിൻ്റെ ഒരു പൈപ്പ് വയ്ക്കും. ആ പൈപ്പിനകത്ത് നിങ്ങൾ ചെറിയ പൈപ്പ് കൊണ്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കും. അങ്ങനെ ഇറക്കി വയ്ക്കുമ്പോഴത്തേക്ക് അത് അകത്ത് ഒരു ഗ്യാപ്പാണ്. അപ്പോൾ വെളിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ജലജന്തു ഇതിനകത്തേക്ക് ഇറക്കി നിങ്ങളുടെ വീട്ടിൻ്റെ അടുക്കളയ്ക്കകത്ത് വന്നിറങ്ങും. ഇറങ്ങിയാൽ വീടിനകം മുഴുവനും സഞ്ചരിക്കുമ്പോൾ അപ്പോൾ അത് നിർബന്ധമായിട്ട് MC-യിലുള്ള സാധനം വെച്ച് അത് അടയ്ക്കണം. നിർബന്ധമായിട്ട് അത് അടയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബാത്റൂമിൽ നിന്ന് വെള്ളം പോകുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലുപരി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീട്ടിൻ്റെ ബെഡ്റൂമിൻ്റെ പുറത്ത് ഗേറ്റിൻ്റെ നിങ്ങളൊക്കെ പറയാണ്ടെന്ന് എല്ലാവരും ഗ്യാസ് ഉപയോഗിച്ചാലും ശരി, എന്നെ 90% വീടുകളിലും പോകുമ്പോൾ വിറവൊക്കെ അടുക്കി വെച്ചേക്കണം. നമ്മുടെ വാതിലിൻ്റെ സൈഡിൽ ജനലിൻ്റെ സൈഡിലൊന്നും ഒരിക്കലും അങ്ങനെ വെക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും മൃഗ സ്നേഹിക്കണം. തെരുവ് നായ്ക്കളെ സ്നേഹിക്കുന്നു, തെരുവ് പൂച്ചകളെ സ്നേഹിക്കുന്നു, പക്ഷികളെ സ്നേഹിക്കുന്നു, വെള്ളം വെച്ച് കൊടുക്കുന്നു. ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറയാം. പക്ഷികൾക്ക് മരത്തിൽ കെട്ടി തൂക്കാൻ വെള്ളം മതിലിൻ്റെ മേളിൽ വെക്കാം. പക്ഷേ ഈ നായ്ക്കും പൂച്ചയ്ക്കും വെള്ളം വെക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്വന്തം പറമ്പിൽ വെക്കാതിരിക്കുക. വേറെ ഏതെങ്കിലും പറമ്പിലോട്ട് വെള്ളം വെച്ച് കൊടുക്കുക. അതൊന്നും. പിന്നെ നിങ്ങൾ മറ്റൊരു ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ആമ്പൽ താമരയൊക്കെ സ്നേഹിക്കുന്നവരാണ്. വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് നാളത്തേക്ക് ആമ്പലും താമരയൊക്കെ അതിലൊക്കെ നിങ്ങൾ വെള്ളം വെക്കാണ്ട്, അപ്പോൾ വെള്ളം കുടിക്കാണ്ട് പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഒന്ന് ഹൈറ്റ് ചെയ്ത് വെക്കുക. വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ എടുത്തുകൊണ്ട് വയ്ക്കുക. താഴെ നിങ്ങൾ ഫിഷ് ടാങ്കുകളുണ്ടെങ്കിൽ, ചെറിയ ഫിഷ് ടാങ്കൊക്കെ മുറ്റത്തുണ്ടെങ്കിൽ അതിന് ഒരു മാസത്തേക്ക് ആ ഫിഷിനെയൊക്കെ പിടിച്ചിട്ട് പാത്രത്തിൽ ഇട്ടിട്ട് മീനിനെ കൊണ്ട് വീടിനകത്ത് വയ്ക്കുക. ഇത് ശൂന്യമാക്കി ഇടുക. കാരണം പാമ്പുകളുടെ ഇണചേരുന്ന നവംബർ, ഡിസംബർ, ജനുവരി മൂർഖനും അണലിയും ഇണചേരുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി, മാർച്ചൊക്കെ മുട്ടയിടുന്ന സമയമാണ്. മാർച്ച് അവസാനം ഏപ്രിൽ, മെയ് വരെ മുട്ട വിരിയുന്ന സമയം, അണലി പ്രസവിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ പ്രസവിച്ച് കഴിയുമ്പോൾ അണലി തള്ള അണലികൾക്ക് വെള്ളം അനിവാര്യമാണ്. കുടിക്കാനായിട്ട് ഫുഡ് വേണം. അപ്പോൾ ഇത് വെള്ളം എവിടെയുണ്ടോ അവിടെ ഇവിടെ വരും, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വരുന്നു. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് പോകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പ്രസവിച്ച അണലിയാകുമ്പോൾ പെട്ടെന്ന് മൂവ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അറിയാതെ അടുത്തൂടെയൊക്കെ പോയാൽ പെട്ടെന്ന് കടിക്കാനൊരു പ്രവണത അണലിക്ക് ഉള്ളതാണ്. അതിൽ മൂർഖൻ പാമ്പിൻ്റെ പ്രത്യേക മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ തള്ള നല്ല ടയർഡായിരിക്കും. അവർക്ക് വെള്ളവും ഭക്ഷണവും വേണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ചെടിച്ചട്ടികൾ വെക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ചെടിച്ചട്ടി അടുത്തടുത്ത് കൂട്ടി വെക്കാതിരിക്കുക. ഗ്യാപ്പിട്ട് വെക്കുക. ഗ്യാപ്പിട്ട് വെച്ചാൽ തന്നെ ഒരു കാരണവശാലും ചെടിച്ചട്ടിയുടെ അടിയിൽ 2-3 ഇഷ്ടിക വെച്ചിട്ട് നിങ്ങൾ ചെടിച്ചട്ടി വെക്കാതിരിക്കുക. ഇൻ്റർലോക്ക് വെച്ചിട്ട് വെക്കാതിരിക്കുക. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് സിമെൻറ്റ് ബ്ലോക്ക് താബൂക്ക് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ചട്ടി വെക്കും. നിർബന്ധമായിട്ടത് ഒഴിവാക്കണം. ഈ സിമെൻറ്റ് ബ്ലോക്കിൻ്റെ ഹോളിനകത്ത് തവള വന്നിരിക്കും. തവളയെ പിടിക്കാണ്ട് പറമ്പിൽ നിന്ന് പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇപ്പം നിങ്ങൾ ഏറ്റവും അനിവാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട, വീട്ടിൻ്റെ പറമ്പ്, നിങ്ങളുടെ പറമ്പ്, അടുത്ത പറമ്പൊന്ന് വൃത്തിയാക്കാൻ പറയരുത്. നിങ്ങളുടെ പറമ്പ് നല്ല നീറ്റാക്കിയിടുക. കാരണം മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ സഞ്ചരിച്ച് പൊക്കോണ്ടിരിക്കും.
പൊക്കോണ്ടിരിക്കുന്ന സമയമാണ്. അണലി കുഞ്ഞുങ്ങൾ സഞ്ചരിച്ച് പൊക്കോണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ചപ്പൊക്കെ ഇടുമ്പോൾ ചപ്പിനകത്ത് വന്നിരിക്കും. നമ്മളറിയാതെ നമ്മളെ മക്കളൊക്കെ ഇപ്പോൾ ഇത് അറിയാതെ കുട്ടികൾ ചെന്ന് ഇതുണ്ടെന്നും പറഞ്ഞില്ല ചെന്ന് കൈകൊണ്ട് വാരിയെടുക്കും, കടി കിട്ടും, ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ സൂക്ഷിക്കണം. നിങ്ങൾ ഭയമല്ല വേണ്ടത്, മുൻകരുതലാണ് വേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കലും ഭയക്കണമെന്ന് ഞാൻ പറയില്ല. ഭയക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പരിസരം വൃത്തിയാക്കിയിട്ടാൽ അപകടം ഉണ്ടാവുന്നില്ല. വൃത്തിയാക്കിയിടുക, ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് തീരെ ഭയമുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയും ഞാൻ പതിനായിരക്കണക്കിന് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ വീട്ടിൻ്റെ പുറകിൽ അടുക്കളയുടെ വാതിൽ അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിലത്തെ വാതിലിൻ്റെ അടിയിലൊക്കെ പടിയിൽ ആ പടി നിർബന്ധമായിട്ട് വെക്കണം. അതൊന്ന്. രണ്ടാമത് നിങ്ങൾ വീട്ടിൻ്റെ മുന്നിലത്തെ പടിയുടെ വെളിയിൽ നിന്ന് ചവിട്ടിക്കാവുന്ന പടിയിൽ ആദ്യം ഓസ് വെച്ചൊന്ന് വെള്ളം നനയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഒഴിക്കുക. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബോട്ടിൽ മിനറൽ വെള്ളം കുടിക്കാൻ പറഞ്ഞ ബോട്ടിലിനകത്ത് ഒരു 50 രൂപയുടെ ഡീസൽ വാങ്ങി വയ്ക്കുക. ആ വെള്ളം ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഡീസൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പാമ്പുകൾ ഒരിക്കലും മൂക്ക് കൊണ്ടല്ല പണം എടുക്കുന്നത്. പാമ്പുകൾ എപ്പോഴും മൂക്ക് ഉപയോഗിക്കുന്നത് ശ്വാസം എടുക്കാം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പം നാവ് കൊണ്ടാണ് സെൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നാവ് കൊണ്ട് തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ മണ്ണെണ്ണ ആസിഡാണ്, നാക്കിലേക്ക് അവർക്ക് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. അത് ഉടനെ ജേക്കബ് ഓർഗനിലേക്ക് മെസ്സേജ് കൊടുക്കും. അപ്പോൾ അത് നമുക്ക് പറ്റിയ സാധനമല്ല, നമുക്ക് അപകടം ഉണ്ടാകുന്ന സാധനമാണ്, നമുക്ക് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് മടങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റില്ല. ഇതൊക്കെ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. അവനവൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് അവനവൻ്റെ ചുമതലയാണ്. മക്കളുടെയും വീട്ടിലുള്ള മറ്റുള്ളവരുടെയൊക്കെ ജീവൻ രക്ഷിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. അടുത്ത പറമ്പുകൾ, കാട് കയറി കിടക്കുന്ന പറമ്പുകൾ വെട്ടി വൃത്തിയാക്കാൻ പറയരുത്. അത് ശുദ്ധമായ മണ്ടത്തരമാണ്. കാരണം അത് അവിടെ കിടക്കുന്ന പാമ്പുകൾ ആ സമയത്ത് അതെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വരികയും നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് നമ്മുടെ പറമ്പിലിടുന്നത് നിർബന്ധമായിട്ട് ഒഴിവാക്കുക.